എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാന നാഴികയിൽ മരണം. വെളുപ്പിന് ജപ്പാനിൽ വിനാശകരമായ ഒരു സുനാമി ഉണ്ടാകുമെന്ന റിയോ തൽസുകയുടെ പ്രവചനം പാളി തകർന്ന തരിപ്പണമായി. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം കൊണ്ട് ജപ്പാനിലേക്കുള്ള നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിരുന്നു. ഈ തൽസുകയുടെ ഈ നടക്കുമെന്ന് പറഞ്ഞ പ്രവചനം കാരണം ജപ്പാന് നല്ല നഷ്ടമുണ്ടായി. 9 ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായതായിട്ടാണ് ആദ്യ റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. തൽസുകയുടെ പ്രവചനത്തിന്റെ പ്രവചനം ഒന്ന് നടക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ പല ആളുകളും ചിലപ്പോൾ നടന്നാലൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത്? ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണങ്ങളും കോംബെ ഭൂകമ്പവും COVID-19 മഹാമാരിയും തത്സുകി പ്രവചിച്ചുവെന്ന് അവകാശവാദങ്ങളുണ്ട്. കൊളംബിയ ദുരന്തത്തിൽ മരിച്ച കൽപ്പന ചൗളയുടെ മരണം ഞാൻ പ്രവചിച്ചിരുന്നതാണ്. ഗുജറാത്തിലെ ഭൂകമ്പം, കുമരകം ബോട്ടപകടം ഒക്കെ ഞാൻ പ്രവചിച്ചിരുന്നതാണ്. എന്തായാലും തൽസുകയുടെ പ്രവചനം പാളി, ഒന്നും സംഭവിച്ചില്ല. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം.